ഹലോ, 3 കോൺടാക്റ്റുകളുള്ള ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ ആന്തരിക കണക്ഷൻ ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷനിൽ നിന്ന് ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. സെമി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ പ്രധാന ഭാഗങ്ങൾ തിരിച്ചറിയുക. 2 സ്റ്റാർട്ടറുകളുടെയും ആന്തരിക സർക്യൂട്ട് ഡയഗ്രം വായിച്ച് കണ്ടെത്തുക. ഒരു സെമി ഓട്ടോമാറ്റിക് സ്റ്റാർട്ടറിന്റെയും ഓട്ടോമാറ്റിക്കിന്റെയും ആന്തരിക കണക്ഷനുകൾ ഉണ്ടാക്കുക. കൂടെ സ്റ്റാർട്ടർ കോൺടാക്റ്റുകൾ, ടൈം സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടണും ഓവർലോഡ് റിലേയും. സ്റ്റാർട്ടർ നോ വോൾട്ട് റിലീസ് കോയിലിന്റെ പ്രവർത്തനം പരിശോധിക്കുക. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ടറുമായി ബന്ധിപ്പിക്കുക. ഉചിതമായ സമയക്രമത്തിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടറിൽ ടൈമർ യൂണിറ്റ് സജ്ജമാക്കുക. ആവശ്യമായ ഉപകരണങ്ങളുടെ പട്ടിക ഇവയാണ്: 6 ടെർമിനലുകളുള്ള 3 ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ, സെമി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, കോൺടാക്റ്റേഴ്സ്, മൾട്ടിമീറ്റർ, ICTP സ്വിച്ച്, കണക്ടർ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ, ടൈമർ, NONC പുഷ് ബട്ടൺ സ്വിച്ചുകൾ, OLR, സ്പാനർ സെറ്റ്, PVC ഇൻസുലേറ്റഡ് ചെമ്പ് വയർ, സോൾഡറിംഗ് ഗൺ, സോൾഡർ ഫ്ലെക്സ്. ഇൻഡക്ഷൻ മോട്ടോറിന്റെ റേറ്റിംഗിനെ അടിസ്ഥാനമാക്കിയാണ് കോൺടാക്ടറുകളും ഓവർലോഡ് റിലേകളും തിരഞ്ഞെടുക്കുന്നത്. ഇൻഡക്ഷൻ മോട്ടോറിന്റെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. സെമി ഓട്ടോമാറ്റിക് സ്റ്റാർട്ടറുകളുടെ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് കണക്ഷനുകൾ ചെയ്യുക എന്നതാണ് ആദ്യ ജോലി. സെമി ഓട്ടോമാറ്റിക് സ്റ്റാർട്ടർ ഭാഗങ്ങൾ ഇവയാണ്: ഓവർലോഡ് റിലേ യൂണിറ്റ്, സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ യൂണിറ്റ്, ഫിക്സിംഗ് സ്ക്രൂകൾ, ഹുക്കപ്പ് കേബിളുകൾ. ഇനി നമുക്ക് സെമി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിയാം. ഇവിടെ ഞങ്ങൾക്ക് 3 കോൺടാക്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് മെയിൻ, മറ്റൊന്ന് ഡെൽറ്റ കണക്ഷൻ, മറ്റൊന്ന് സ്റ്റാർ കണക്ഷൻ. ഇതൊരു ഓവർലോഡ് റിലേ ആണ്. നോർമലി ഓപ്പൺ ആൻഡ് നോർമലി ക്ലോസ് കോൺടാക്റ്റുകളാണ്. കോൺടാക്ടർ സ്വമേധയാ പ്രവർത്തിപ്പിച്ച് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കോൺടാക്ടറുകളുടെ പ്രവർത്തനം പരിശോധിക്കുക. കോൺടാക്ടറുകൾ, ഓവർലോഡ് റിലേ മുതലായവ ഒരു പ്ലെയിൻ വെർട്ടിക്കൽ ബോർഡിൽ മൗണ്ട് ചെയ്യുക. ഇപ്പോൾ കൺട്രോൾ സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് കണക്ഷനുകൾ ഉണ്ടാക്കുക. അടുത്തതായി കൺട്രോൾ സർക്യൂട്ടിലേക്ക് സപ്ലൈ നൽകുകയും കോൺടാക്ടറുകൾ അടയ്ക്കുന്നതിൻ്റെയും തുറക്കുന്നതിൻ്റെയും ലോജിക്കൽ സീക്വൻസ് പരിശോധിക്കുക. സെമി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിനായുള്ള സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് പവർ സർക്യൂട്ടിലേക്ക് കണക്ഷനുകൾ ഉണ്ടാക്കുക. സെമി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ വഴി 3 ഫേസ് വിതരണത്തിലേക്ക് മോട്ടോർ ബന്ധിപ്പിക്കുക. ICTP സ്വിച്ച് ഓൺ ചെയ്യുക. സ്റ്റാർട്ടറിന്റെ സ്റ്റാർ ബട്ടൺ അമർത്തുക. മോട്ടോർ ആരംഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കുക. മോട്ടോർ സാധാരണ വേഗതയുടെ ഏകദേശം 70% എത്തുമ്പോൾ ആരംഭ ബട്ടൺ റിലീസ് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടൺ വീണ്ടും അമർത്തി മോട്ടോർ റണ്ണിങ്ങിൽ യാതൊരു ഫലവുമില്ലെന്ന് ഉറപ്പാക്കുക. ഓവർലോഡ് റിലേ സ്വമേധയാ പ്രവർത്തിപ്പിച്ച് അതിന്റെ പ്രവർത്തനം പരിശോധിക്കുക. മോട്ടോർ പുനരാരംഭിക്കാൻ സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക. മോട്ടോർ ആരംഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കുക. സ്റ്റാർട്ടിംഗ് കറന്റ് വോൾട്ടേജ്, റണ്ണിംഗ് കറന്റ് വോൾട്ടേജ്
തുടങ്ങിയ നിങ്ങളുടെ നിരീക്ഷണം രേഖപ്പെടുത്തുക. ഇനി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ കണക്ഷനുകളും അതിന്റെ പ്രവർത്തനവും നോക്കാം. ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ ടൈമർ റിലേ ഉണ്ടാകും. അതിൽ നമുക്ക് സ്റ്റാർ ഓപ്പറേഷനായി സമയം ക്രമീകരിക്കാം. ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, ഓവർലോഡ് റിലേ യൂണിറ്റ്, സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ യൂണിറ്റ്, ടൈമർ യൂണിറ്റ്, ഫിക്സിംഗ് സ്ക്രൂകൾ, ഹുക്കപ്പ് കേബിളുകൾ എന്നിവ ശേഖരിക്കുക. ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ ബാഹ്യഭാഗങ്ങൾ തിരിച്ചറിയുകയും പേര് നൽകുകയും ചെയ്യുക. ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ ആന്തരിക ഭാഗങ്ങൾ തിരിച്ചറിയുകയും പേര് നൽകുകയും ചെയ്യുക. പവർ കൺട്രോൾ ഡയഗ്രമുകൾ വായിക്കുക. പവർ സർക്യൂട്ടിനും കൺട്രോൾ സർക്യൂട്ടിനുമുള്ള കണക്ഷനുകൾ വരച്ച് പൂർത്തിയാക്കുക. കോണ്ടാക്ടേഴ്സ് സ്വമേധയാ പ്രവർത്തിപ്പിച്ച് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കോണ്ടാക്ടറുകളുടെ പ്രവർത്തനം പരിശോധിക്കുക. TW ബോർഡിൽ കോണ്ടാക്റ്റുകൾ മൗണ്ട് ചെയ്യുക. റിലേ ഓവർലോഡ് ചെയ്യുക, നിർത്തുക. പുഷ് ബട്ടണുകൾ ആരംഭിക്കുക. ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ കൺട്രോൾ സർക്യൂട്ടിന്റെ സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് ബന്ധിപ്പിക്കുന്ന വയറുകളുമായി കണക്ഷനുകൾ ഉണ്ടാക്കുക. ഒരു ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിനായി പ്രത്യേക കോണ്ടാക്ടറുകളും മറ്റു ഭാഗങ്ങളും ലഭ്യമല്ലാത്തപ്പോൾ കോണ്ടാക്ടറുകളും ഓവർലോഡ് റിലേയും സ്റ്റാർട്ടറിനൊപ്പം ടൈമറും നീക്കം ചെയ്ത് എളുപ്പത്തിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ഒരു പ്ലെയിൻ വെർട്ടിക്കൽ ബോർഡിൽ മൗണ്ട് ചെയ്യുക. കോണ്ടാക്ടറുകളെ സ്റ്റാർ, ഡെൽറ്റ, മെയിൻ എന്നിങ്ങനെ ലേബൽ ചെയ്യുക. ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് പവർ സർക്യൂട്ടിലേക്ക് കണക്ഷനുകൾ ഉണ്ടാക്കുക. സപ്ലൈ കൺട്രോൾ സർക്യൂട്ട് നൽകുകയും കോണ്ടാക്ടറുകൾ അടയ്ക്കുന്നതിൻ്റെയും തുറക്കുന്നതിൻ്റെയും ലോജിക്കൽ സീക്വൻസ് പരിശോധിക്കുക. മോട്ടോർ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ വായിക്കുക. മോട്ടോറുമായി ബന്ധിപ്പിക്കുന്നതിന് ഫ്യൂസിന്റെ അനുയോജ്യത പരിശോധിക്കുക. സ്റ്റാർട്ടർ വഴി 3 ഫേസ് വിതരണത്തിലേക്ക് മോട്ടോർ ബന്ധിപ്പിക്കുക. ടൈമറിൽ സമയദൈർഘ്യം ക്രമീകരിക്കുക. മോട്ടോർ ആരംഭിച്ച് മെഷീൻ ആരംഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കുക. 70% വേഗത കൈവരിക്കുന്നതിന് മുമ്പ് അത് മാറുകയാണെങ്കിൽ ടൈമറിലെ ദൈർഘ്യം ക്രമീകരിച്ച് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ ടൈമറിൽ സജ്ജീകരിക്കുന്ന ദൈർഘ്യമനുസരിച്ച് സ്റ്റാർട്ടറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് ഏത് വേഗതയിലാണ് സ്റ്റാർട്ടർ മാറുന്നതെന്ന് പരിശോധിക്കുക. മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിൽ ഒരു ഫലവും ഉണ്ടാകരുത്. ICTP ഐസോലേറ്റിംഗ് സ്വിച്ച് തുറന്നതിന് ശേഷം വിതരണത്തിൽ നിന്ന് മോട്ടോർ വിച്ഛേദിക്കുക. നമ്മൾ പഠിച്ചത് റീക്യാപ്പ് ചെയ്യാൻ. സെമി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ പ്രധാന ഭാഗങ്ങൾ തിരിച്ചറിയുക. 2 സ്റ്റാർട്ടറുകളുടെയും ആന്തരിക സർക്യൂട്ട് ഡയഗ്രം വായിച്ച് കണ്ടെത്തുക. കോണ്ടാക്ടറുകൾ, ടൈം സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ, ഓവർലോഡ് റിലേ എന്നിവ ഉപയോഗിച്ച് സെമി ഓട്ടോമാറ്റിക് സ്റ്റാർട്ടറിന്റെയും ആന്തരിക കണക്ഷനുകൾ ഉണ്ടാക്കുക. സ്റ്റാർട്ടർ നോ വോൾട്ട് റിലീസ് കോയിലിന്റെ പ്രവർത്തനം പരിശോധിക്കുക. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ടറുമായി ബന്ധിപ്പിക്കുക. ഉചിതമായ സമയക്രമത്തിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടറിൽ ടൈമർ യൂണിറ്റ് സജ്ജമാക്കുക. ഇതാണ് 3 ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറുകളുമായി ഉള്ള സെമി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ കണക്ഷനുകളും അതിൻ്റെ പ്രവർത്തനങ്ങളും അടുത്ത സെഷനിൽ കാണാം.